ഫ്രൂട്ട് സലാഡ് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് അല്ലേ. ഐസ്ക്രീമും ഫ്രൂട്ട്സും ഒക്കെ കൂടെ അതിനകത്തുണ്ടാവും. അപ്പം ഇന്ന് ബിസ്ക്കറ്റ് ഫ്രൂട്ട് സലാഡാണ് ഏട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ബോൺവിറ്റ ബിസ്ക്കറ്റ്സാണ് ഏട്ടോ ഇടുന്നത്. ഇതിലേക്ക് പാലും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനി നമ്മൾ ഇതുപോലെ 2 ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് പഴം, ഇവിടെ റോബസ്റ്റയാണ് എടുക്കുന്നത്. റോബസ്റ്റ ഇതുപോലെ സ്ലൈസ് ചെയ്ത് അതിലേക്ക് ചേർക്കാം. അതിൻ്റെ പുറത്ത് കുറച്ച് വാട്ടർമെലൺ അരിഞ്ഞത് കൂടെ ഇടാം. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. ആപ്പിളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറിയ സ്ലൈസ് ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ വാട്ടർമെലനാണ് ചേർക്കുന്നത്. ഇനി കുറച്ച് ഗ്രേപ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റും പഞ്ചസാരയും പാലും കൂടി ഉള്ളത് അത് ഇതിൻ്റെ പുറത്തേക്ക് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതായത് ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ഒരു ബിസ്ക്കറ്റും പാലും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവും. എന്നിട്ട് ഇതെടുത്ത് കഴിച്ചു നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ഇത് തണുപ്പിച്ചും കൂടെ വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കിഡിലും ആയിരിക്കും. പ്രത്യേകിച്ച് ചൂടുള്ള സമയത്ത് നമുക്ക് തണുത്തത് കഴിക്കാനായിരിക്കും കൂടുതലായിട്ട് തോന്നുന്നത്. എന്ന് കരുതി എപ്പോഴും നമുക്ക് ഐസ്ക്രീം കഴിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടോ.